നമസ്കാരം. ഇന്നത്തെ തൊഴിൽ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സർക്കാർ, PSC, പ്രൈവറ്റ്, സ്ഥിര നിയമനം, താൽക്കാലിക ജോലി തുടങ്ങി എല്ലാതരം നോട്ടിഫിക്കേഷനുകളും അപ്ലൈ ചെയ്യുവാനുള്ള എല്ലാ വിവരങ്ങളും അറിയാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണൂ. ഹൈക്കോടതിയിൽ സിവിൽ ജഡ്ജിയാകാം. 1,36,000 രൂപ വരെ ശമ്പളം, 27 ഒഴിവുകൾ ഇപ്പോൾ അപേക്ഷിക്കാം. കേരളത്തിലെ നിയമരംഗത്ത് കരിയർ മുന്നേറാൻ ആഗ്രഹിക്കുന്നവർക്ക് വലിയ അവസരം വന്നിരിക്കുകയാണ്. കേരള ഹൈക്കോടതി സിവിൽ ജഡ്ജി ജൂനിയർ ഡിവിഷൻ തസ്തികകളിലേക്ക് പുതിയ വിജ്ഞാപനം പുറത്തിറക്കിയിട്ടുണ്ട്. ആകെ 27 ഒഴിവുകളിലേക്കാണ് യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. ഒഴിവുകളുടെ വിശദാംശങ്ങൾ: പോസ്റ്റ് സിവിൽ ജഡ്ജി ജൂനിയർ ഡിവിഷൻ. ഒഴിവുകളുടെ എണ്ണം 27. ജോലിസ്ഥലം കേരളം. അപേക്ഷ ആരംഭിച്ച തീയതി ഏപ്രിൽ 1, 2026. അപേക്ഷ അയക്കേണ്ട അവസാന തീയതി മെയ് 4, 2026. യോഗ്യതകൾ: ഈ തസ്തികയ്ക്ക് അപേക്ഷിക്കാൻ വേണ്ട യോഗ്യത: ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ അംഗീകരിച്ച നിയമബിരുദം LLB, കുറഞ്ഞത് 3 വർഷത്തെ അഭിഭാഷക പരിചയം. അപേക്ഷകൻ ഇന്ത്യൻ പൗരൻ ആയിരിക്കണം. അഭിഭാഷക പരിചയം 2026 ജനുവരി 1 3 വർഷം പൂർത്തിയായിരിക്കണം. പ്രായപരിധി: സാധാരണ അപേക്ഷകർക്ക് 35 വയസ്സിന് താഴെ. സംവരണ വിഭാഗങ്ങൾക്ക് സർക്കാർ നിയമപ്രകാരം ഇളവ് ലഭിക്കും. മറ്റു വിഭാഗങ്ങൾക്ക് ഇളവുകൾ: SC/ST 5 വർഷം, OBC 3 വർഷം, ഭിന്നശേഷിക്കാർ 10 വർഷം വരെ, വിമുക്ത ഭടന്മാർ പരമാവധി 50 വയസ്സ് വരെ. റിക്രൂട്ട്മെന്റ് ബൈ ട്രാൻസ്ഫർ വഴിയുള്ളവർക്ക് പരമാവധി 54 വയസ്സിന് താഴെ. ശമ്പളവും ആനുകൂല്യങ്ങളും: 77,840 രൂപ മുതൽ 1,36,520 രൂപ വരെ. ശമ്പള സ്കെയിൽ: ഗവൺമെന്റ് പെൻഷൻ, DA, HRA ഉൾപ്പെടെയുള്ള മറ്റ് ആനുകൂല്യങ്ങൾ ഉണ്ടായിരിക്കും. സ്ഥിരതയുള്ള മാന്യമായ സർക്കാർ ജോലി. അപേക്ഷാ ഫീസ്: SC/ST ഭിന്നശേഷിക്കാർ ഫീസില്ല. മറ്റുള്ളവർക്ക് 1,250 രൂപ. തെരഞ്ഞെടുപ്പ് പ്രക്രിയ: തെരഞ്ഞെടുപ്പ് 3 ഘട്ടങ്ങളിലായി നടക്കും. പ്രിലിമിനറി എക്സാമിനേഷൻ, ഒബ്ജക്റ്റീവ് ടൈപ്പ് സ്ക്രീനിംഗ് ടെസ്റ്റ്, മെയിൻ എക്സാമിനേഷൻ, 4 പേപ്പറുകളുള്ള എഴുത്തുപരീക്ഷ, ഇൻ്റർവ്യൂ. ഈ 3 ഘട്ടങ്ങളിലും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നവരെയാണ് അന്തിമമായി തിരഞ്ഞെടുക്കപ്പെടുന്നത്. അപേക്ഷിക്കേണ്ടത് എങ്ങനെ? അപേക്ഷകർ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിച്ച് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കണം. കേരള ഹൈക്കോടതി ഔദ്യോഗിക വെബ്സൈറ്റ് haicourt.kerala.gov.in. അപേക്ഷിക്കുന്നതിനുള്ള ഘട്ടങ്ങൾ: രജിസ്റ്റർ ചെയ്ത് ലോഗിൻ ചെയ്യുക, അപേക്ഷാ ഫോം പൂരിപ്പിക്കുക, വ്യക്തിഗത വിവരങ്ങളും വിദ്യാഭ്യാസ യോഗ്യതകളും നൽകുക, ഫോട്ടോ, ഒപ്പ്, സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യുക, ഫീസ് അടയ്ക്കുക. അന്തിമമായി സമർപ്പിച്ച് പ്രിൻ്റ് എടുത്ത് സൂക്ഷിക്കുക. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: അപേക്ഷ സമർപ്പിക്കുന്നതിന് മുമ്പ് ഔദ്യോഗിക വിജ്ഞാപനം പൂർണ്ണമായും വായിക്കുക. തെറ്റായ വിവരങ്ങൾ നൽകിയാൽ അപേക്ഷ നിരസിക്കപ്പെടും. എല്ലാ രേഖകളും നിർദ്ദിഷ്ട ഫോർമാറ്റിൽ അപ്ലോഡ് ചെയ്യണം. എന്തുകൊണ്ട് ഈ ജോലി മികച്ചത്? ഉയർന്ന പ്രസ്റ്റീജുള്ള ജോലി, മികച്ച ശമ്പളവും സുരക്ഷയും, കരിയർ ഗ്രോത്ത് ആൻഡ് സ്ഥിരത, സമൂഹത്തിൽ വലിയ മാന്യത. അവസാനമായി, നിയമരംഗത്ത് വലിയ നേട്ടങ്ങൾ ലക്ഷ്യമിടുന്നവർക്ക് ഇത് ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. പ്രത്യേകിച്ച് അഭിഭാഷക പരിചയമുള്ളവർക്ക് ഈ അവസരം നഷ്ടപ്പെടുത്തരുത്. മെയ് 4 ആണ് അവസാന തീയതി. അതിനു മുൻപ് അപേക്ഷ പൂർത്തിയാക്കുക. കൂടുതൽ ജോലി വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യൂ. തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും. വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തൊഴിൽ വാർത്തകൾ, പരീക്ഷാ വാർത്തകൾ, വീഡിയോ ക്ലാസുകൾ, നോട്ട്സ്, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ്. ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി.